ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വീഡിയോ ഇടുന്നത് കേക്കിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ്. എല്ലാവർക്കും കേക്ക് ഉണ്ടാക്കുന്നതൊക്കെ സ്പോഞ്ചൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എല്ലാവർക്കും അറിയാം. അപ്പോൾ അതൊന്നും കണ്ട് നേരം കളയാൻ താല്പര്യമില്ല പൊതുവെ ആൾക്കാർക്ക്. എനിക്ക് താല്പര്യമില്ല. ഞാനും കേക്കിൻ്റെ വീഡിയോസ് കാണുന്ന ആളാണ്. കാണുമ്പോൾ ഈ ഫില്ലിങ്സ് മാത്രമേ കാണാറുള്ളൂ. നമ്മളിപ്പോൾ വാനില കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 1 kg ഇവർക്ക് ടോളായിട്ടുള്ള കേക്ക് മതി എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ½ kg 2 ടിന്നിലായിട്ട് ബേക്ക് ചെയ്തിട്ടാണ് നമ്മൾ ടോൾ കേക്ക് ഉണ്ടാക്കിയത്. നമുക്ക് 1 kg ഇത്രയും ടോളൊക്കെയാണ് കിട്ടുള്ളൂ. പിന്നെ ഒരു 1.5 kg ഒക്കെ വരുന്ന ലെവലിലാണ് നമുക്കൊരു കുറച്ചുകൂടി ഹൈറ്റിൽ വരുന്നത്. അപ്പോൾ അത്രയും കിട്ടുന്ന രീതിയിൽ ഞാൻ സ്പോഞ്ച് 4 ആക്കിയൊക്കെ കട്ട് ചെയ്ത് നല്ല രീതിയിൽ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഫ്രിഡ്ജ് കുറച്ച് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് തന്നെ കൂളിംഗ് കുറവുള്ളതുകൊണ്ടും എനിക്ക് കേക്ക് സത്യത്തിൽ കുളമാവും എന്നുള്ള നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. ഞാനിത് ക്രം കോട്ട് ചെയ്ത് ഫ്രീസറിൽ വെച്ചപ്പോൾ ഇതാണ് സംഭവം. ആ ഒരു വെള്ളം കേക്ക് ബോർഡിലേക്ക് ഇറങ്ങി, കേക്കിലേക്ക് എത്തിയില്ല. പിന്നെ ഞാൻ ഫ്രീസറിൽ തന്നെ വച്ചു. എന്താണെന്ന് വെച്ചാൽ നമുക്ക് താഴെ വെച്ച് കഴിഞ്ഞാൽ ഇനി കേക്ക് ക്രീം മെൽറ്റായി കഴിഞ്ഞാൽ കേക്കിൻ്റെ ആ സ്പോഞ്ചൊക്കെ തെന്നി പോകും. പിന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്നിട്ട് ഫ്രീസറിൽ തന്നെയാണ് വെച്ചത്. പിന്നെ അവർ വാങ്ങാൻ വരുന്നതിന് ഒരു 2 മണിക്കൂർ മുന്നേ മാത്രമാണ് താഴത്തേക്ക് വെച്ചത്. അല്ലാതെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കേക്ക് പണി തരും. അപ്പോൾ അത് കാരണം പിന്നെ അവർക്ക് കേക്ക് ബോർഡൊക്കെ ഞാൻ മാറ്റിയാണ് കേട്ടോ കൊടുത്തത്. കാര്യം ഇങ്ങനെ ഒരു കേക്ക് ബോർഡ് വെച്ചുകൊണ്ട് നമുക്ക് ഒരാൾ ഓർഡർ വന്നിട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രീമും നമുക്ക് ഇച്ചിരി മെൽറ്റായി പോകുന്നൊരു പ്രശ്നമുണ്ട്. ഇതാണ് മെയിനായിട്ട് ഫ്രിഡ്ജിൻ്റെ ഒരു പ്രോബ്ലമാണ്. അതെനിക്ക് പിന്നീടാണ് മനസ്സിലായത്. അപ്പം ഞാൻ ഈ തീം ചെയ്യുന്നത് സ്പൈഡർമാൻ തീമാണ്. സത്യത്തിൽ ഇതെൻ്റെ ഫസ്റ്റ് തീമാണ്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ആദ്യം ഞാൻ ചെയ്തത് വേറെയും രണ്ടാമത് ചെയ്തത് വേറെയാണ്. കാര്യം ആദ്യം ചെയ്തത് കുറച്ച് കുളമായി എന്ന് തോന്നി. അതാണ് രണ്ടാമത് ഞാൻ വേറൊരു രീതിയിലേക്ക് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. വേറെ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിലും നിങ്ങൾ പറയണം. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് തീമിൽ ഏത് ഇഷ്ടപ്പെട്ടതെന്നും പറയണം.